പിറവത്തെ നാലംഗ കുടുംബത്തിന്റെ കൂട്ട ആത്മഹത്യയിൽ 7 വയസ്സുകാരിയുടെയും മൃതദേഹം കിട്ടി. പിറവം INTUC കടവിന് സമീപത്ത് നിന്നുമാണ് മൃതദേഹം കണ്ടെത്തിയത്. അഖില നന്ദകുമാർ വിശദാംശങ്ങളുമായി നമുക്ക് തത്സമയം ചേരുന്നത്. അഖില, ഉള്ളുലയ്ക്കുന്ന കാഴ്ചയായിരുന്നു. കാഴ്ചശക്തിയില്ലാത്ത സ്ത്രീ ഭർത്താവിന്റെ ചുമലിൽ പിടിച്ച് 2 കുഞ്ഞുങ്ങൾ ഒപ്പം നടക്കുന്നു. ഇളയ കുട്ടിയാണെങ്കിൽ തുള്ളിച്ചാടി പോകുന്നതാണ് കണ്ടത്. അത് ജീവിതത്തിൽ അവസാന യാത്രയാണെന്ന് ഒരുപക്ഷെ ആ കുഞ്ഞുങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇപ്പോൾ ആ മൂത്ത കുട്ടിയുടെ ബോഡിയും കിട്ടിയല്ലേ? അതെ ബിജി, അല്പസമയം മുൻപാണ് ഫയർഫോഴ്സിന്റെ പരിശോധനയിൽ പിറവത്തെ INTUC ജംഗ്ഷൻ പരിസരത്ത് നിന്ന് മൂവാറ്റുപുഴയാറിന്റെ ഭാഗത്തുള്ള കടവിൽ നിന്ന് ഈ കുഞ്ഞിന്റെ മൃതദേഹം കിട്ടിയിരിക്കുന്നത്. 7 വയസ്സ് മാത്രമാണ് പ്രായം. കഴിഞ്ഞ ദിവസമാണ് 3 പേരുടെയും, അതായത് നാരായണൻ, ഒപ്പം തന്നെ ഭാര്യ 90% അന്ധയായിട്ടുള്ള വിജിയുടെയും 2 വയസ്സുകാരൻ മകന്റെയും മൃതദേഹം പോലീസിന് കിട്ടിയത്. ഇവരുടെ മൃതദേഹം ഇപ്പോൾ ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൂവാറ്റുപുഴയിലുള്ള ബന്ധുക്കൾക്ക് കൈമാറുമെന്നാണ് പോലീസ് അറിയിക്കുന്നത്. ഉള്ളുലയ്ക്കുന്ന കാഴ്ചയാണ്. കഴിഞ്ഞ 26-ം തീയതി അവർ അവിടെ പിറവത്തെ വലിയ പള്ളിയിലാണ് ആദ്യം പോയത്. അവിടെയാണ് രാത്രി ഉറങ്ങിയത്. തുടർന്ന് അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരോടൊക്കെ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള സങ്കടപ്പെടുത്തുന്ന രീതിയിൽ സംസാരം ഉണ്ടായി. പക്ഷേ അദ്ദേഹം അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും പിന്നീട് അവർ ഒരു പാർക്കിൽ പോയി. തുടർന്ന് അവിടെ ഒരു മൂവാറ്റുപുഴയാറിന്റെ ഒരു ഓരത്തോട് ചേർന്നുള്ള പരിസരത്ത് വെച്ചാണ് 4 അംഗ കുടുംബവും ഈ പുഴയിലേക്ക് ചാടുന്നതും. എന്തായാലും ആ പരിസരത്ത് INTUC ജംഗ്ഷനും ഈ ഒപ്പം തൊട്ടടുത്തുള്ള പരിസരങ്ങളുള്ള കടവിൽ തന്നെ 4 പേരുടെയും മൃതദേഹം പോലീസിന് കിട്ടിയിട്ടുണ്ട്. അവർക്ക് വല്ലാതെ സങ്കടപ്പെടുത്തുന്ന വിവരങ്ങളാണ് ഈ നിമിഷം പുറത്തു വരുന്നത്. കോതമംഗലം സിയുടെ നേതൃത്വത്തിൽ അവർ ആലുവ റൂറൽ എസ്പിയുടെ നിർദ്ദേശപ്രകാരമാണ് സത്വരം